ഇന്ന് പത്രവാർത്തകൾ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് നമ്മുടെ സുജിത് ചന്ദ്രനാണ്. സുജിത് ചന്ദ്രൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സേതു. നേരെ പത്രങ്ങളിലേക്ക് തന്നെ പോവാം. മലയാള മനോരമ നമുക്ക് ആദ്യമായിട്ട് എടുക്കാം. വെനസ്വേലയിലെ ഭൂകമ്പ വാർത്തയാണ് ഒരു പ്രധാന വാർത്തയായിട്ട് പേജിൽ ആദ്യം നൽകിയിരിക്കുന്നത്. 188 മരണം ഇതുവരെ ഉണ്ടായി എന്നുള്ളതാണ്. ആദ്യം മരണസംഖ്യ കുറവായിരിക്കുമെന്ന തരത്തിലാണ് വന്നത്. ഭൂകമ്പത്തിൻ്റെ മാഗ്നിറ്റ്യൂഡ്, അതിൻ്റെ റിച്ചർ സ്കെയിലിൽ രേഖപ്പെടുത്തിയ സ്കെയിൽ വെച്ച് നോക്കുമ്പോൾ ഒരു വലിയ ദുരന്തമാകാൻ സാധ്യതയുണ്ട് എന്ന തരത്തിൽ ആദ്യം തന്നെ വാർത്തകൾ വന്നതായിരുന്നു. ഇപ്പോൾ മരണസംഖ്യ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ആയിരങ്ങളെ കാണാതായിരിക്കുന്നു. ആ ഒരു ദുഃഖവാർത്ത ലോകത്തെ ഉലച്ചുകൊണ്ടിരിക്കുകയാണ്. വെനസ്വേലയിൽ ഇരട്ട ഭൂകമ്പത്തിൽ വൻ നാശം, ആയിരങ്ങളെ കാണാതായി. 188 പേർ ഇതുവരെ മരിച്ചതായിട്ട് സ്ഥിരീകരിക്കുന്നുണ്ട്. 1500 പേർക്ക് പരിക്കേറ്റു. മരണസംഖ്യ 10,000 കടന്നേക്കാമെന്ന് US ജിയോളജിക്കൽ സർവേ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വലിയ ദുരന്തത്തിലേക്ക് അത് നീങ്ങാതിരിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. തകർന്നടിഞ്ഞ കെട്ടിടങ്ങൾക്കടിയിൽ, മണ്ണടരുകൾക്കുള്ളിൽ ഇപ്പോഴും മനുഷ്യരുണ്ട്. ജീവനുള്ളവരെ രക്ഷിക്കാനുള്ള നടപടികൾ നടക്കുകയാണ്. ഈ ഭൂകമ്പം പോലെയുള്ള വലിയ ദുരന്തങ്ങൾ ഉണ്ടാക്കുന്ന, മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന അതിൻ്റെ തിരച്ചിലും മറ്റ് പ്രത്യാഘാതങ്ങളും എല്ലാ മേഖലയും ബാധിക്കുന്ന ദുഃഖവും ദുരിതവും ഒക്കെ നമുക്കറിയാം. അത് ഏറ്റവും കുറഞ്ഞ അളവിലാകട്ടെ വെനസ്വേലയിലെന്ന് ആഗ്രഹിക്കാം. ലാറ്റിൻ അമേരിക്കയെ സംബന്ധിച്ച് മറ്റൊരു സന്തോഷ വാർത്തയാണ് തൊട്ടിടതുവശത്ത് നൽകിയിരിക്കുന്നത്. വെൽക്കം ബാക്ക് നെയ്മാർ. ബ്രസീൽ, മൊറോക്കോ, മെക്സിക്കോ, ദക്ഷിണാഫ്രിക്ക ടീമുകൾ നോക്കൌട്ടിലെത്തി. അതൊക്കെ അതിനോടൊപ്പമുണ്ട്. നെയ്മാർ ബ്രസീൽ ടീമിനായി കളിക്കുന്നത് 981 ദിവസങ്ങൾക്ക് ശേഷം. ഇന്നലെ പകലത്തെ വാർത്തയായിരുന്നു. ടെലിവിഷനെയൊക്കെ സംബന്ധിച്ചെങ്കിലും പത്രമടിക്കുന്നത് താമസിച്ചായതുകൊണ്ട് ഇന്നത്തെ ദിവസമേ അത് ഉൾപ്പെടുത്താൻ പറ്റൂ. ഒട്ടുമിക്ക പത്രങ്ങളും മുൻ പേജിലേക്ക് നെയ്മാറിനെ ചേർത്ത് വെച്ചിട്ടുണ്ട്. പരിക്ക് തടവിലായ നെയ്മാർ 981 മാസങ്ങൾക്ക് ശേഷം വീണ്ടും, ദിവസങ്ങൾക്ക് ശേഷം, 2 തെറ്റാ സെൻറ്റൻസ് ഞാൻ പറഞ്ഞു വന്നത്. എല്ലാ പത്രങ്ങളും വലുതായിട്ട് ആഘോഷിക്കുന്നുണ്ട്. തൊട്ടപ്പുറത്ത് ഒരു കേരള വാർത്തയെ ഫുട്ബോളിനോട് ചേർത്ത് വെച്ചിട്ടാണ് മലയാള മനോരമ നൽകിയിരിക്കുന്നത്. മഞ്ഞക്കാടിന് ചുവപ്പ് കാർഡ് എന്നാണ്. ഫുട്ബോൾ കാലമാണല്ലോ. മഞ്ഞക്കാർഡ് റേഷൻ കാർഡാണ്. അതിന് മീതെ ചുവന്ന കാർഡ് വെച്ചിരിക്കുന്ന ഒരു ഗ്രാഫിക്സും അതോടൊപ്പം ഉണ്ട്. അത് സ്കാൻ ചെയ്ത ഇത് വാർത്തയിൽ വന്നില്ല എന്ന് തോന്നുന്നു. വർഷം 1,00,000 ടൺ അരി വരെ നഷ്ടമാകാനാണ് സാധ്യത. അതായത് റേഷൻ ധാന്യ വിഹിതം വെട്ടിക്കുറയ്ക്കുന്നതിനെക്കുറിച്ചും അത് കേരളത്തിനുണ്ടാക്കുന്ന തിരിച്ചടിയെക്കുറിച്ചുമാണ് വാർത്ത. 1,00,000 ടൺ അരിയെങ്കിലും കേരളത്തിന് നഷ്ടമാകുമെന്നാണ് ഏറ്റവും ദരിദ്രരായ കുടുംബങ്ങൾക്കുള്ള അന്ത്യോദയ അന്ന യോജന, അതായത് മഞ്ഞക്കാർഡ്. റേഷൻ കാർഡിനുള്ള ധാന്യവിഹിതം കുറയ്ക്കുന്ന ഭക്ഷ്യഭദ്രതാ നിയമത്തിൻ്റെ ഭേദഗതി കേന്ദ്രം പാസാക്കിയാൽ ഇഫ് സംസ്ഥാനത്തിന് വർഷം 1,00,000 ടൺ അരി വരെ നഷ്ടമാകാൻ സാധ്യതയുണ്ട്. കാർഡ് ഒന്നിന് 35 കിലോഗ്രാം ഭക്ഷ്യധാന്യം ലഭിക്കുന്ന നിലവിലെ രീതി ഓരോ അംഗത്തിനും 7 കിലോഗ്രാം അരി എന്നതിലേക്ക് ചുരുക്കി നിശ്ചയിക്കാനാണ് തീരുമാനം. ഇങ്ങനെയായാൽ വ്യാപാരികൾക്കും തിരിച്ചടിയാകും. 15 മുതൽ 45 കിൻഡൽ ധാന്യം വിൽക്കുന്ന വ്യാപാരിക്ക് 9,000 രൂപയാണ് നിലവിൽ കമ്മീഷൻ. പിന്നെയുള്ള ഓരോ കിൻഡലിനും 270 രൂപ വീതം കൂട്ടിക്കൊടുക്കും. അങ്ങനെ പരമാവധി 21,000 രൂപയാണ് ഒരു റേഷൻ വ്യാപാരിക്ക് കമ്മീഷൻ ഇനത്തിൽ കിട്ടുക. അത് വലിയ കുറവ് അതിലുണ്ടാകും. അതിൽ സംസ്ഥാനത്തിൻ്റെ എതിർപ്പ് മന്ത്രി അനൂപ് ജേക്കബ് പറഞ്ഞതുമൊക്കെ ചേർത്ത് ഇന്നലെ വന്ന ആ വാർത്തയെ മനോരമ പ്രധാന വാർത്തയായിട്ട് മുൻപേജിൽ കൊടുക്കുന്നു. ഇപ്പോൾ കത്തി നിൽക്കുന്നത് ഏതായാലും ഈ മദ്യനയവും പിന്നെ PM ശ്രീയും ഒക്കെയാണല്ലോ. മദ്യനയത്തിൽ ഇന്നലെ ധാരാളം കുഴമറിച്ചിലുകളൊക്കെ ഉണ്ടായി. കുപ്പിയും വീഞ്ഞും പഴയത് എന്ന മട്ടിലൊരു വാർത്ത ഉള്ളിൽ നൽകുകയാണ് മനോരമ. 9-ാം പേജിൽ മനോരമ സ്വന്തം ലേഖകൻ്റെ വാർത്തയാണ്. വീര്യം കുറഞ്ഞ മദ്യം ഒഴുകിയെത്തിയ വഴി ഫയലിൽ. അതായത് ബെക്കാടി ഇടപാടിൽ സർക്കാരിനെതിരെ CPIM പോർമുഖം തുറക്കുമ്പോൾ ഇതേ കമ്പനിയുടെ അപേക്ഷയിൽ പിണറായി സർക്കാരിൻ്റെ 2 മന്ത്രിമാർ അനുകൂല നടപടികൾ സ്വീകരിച്ചതിൻ്റെ രേഖ. വീര്യം കുറഞ്ഞ മദ്യം വിൽക്കാൻ അനുമതി നൽകി പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഭരണതലത്തിൽ നടത്തിയ ഫയൽ നീക്കങ്ങളാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ. അതിലാണ് ഇത് സംബന്ധിച്ച വിവരങ്ങളുള്ളത്. ബക്കാടി കമ്പനി അടക്കം നൽകിയ അപേക്ഷയിൽ തുടർ നടപടി എടുക്കാൻ എക്സൈസ് മന്ത്രിയായിരിക്കെ MV ഗോവിന്ദൻ നൽകിയ ഫയൽ കുറിപ്പ് എന്ന് പറഞ്ഞിട്ട് ആ ഫയലിൻ്റെ ഒരു ഭാഗവും ആ വാർത്തയ്ക്കൊപ്പം ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇത് 2021 2021 11-ാം മാസം 29-ാം തീയതിയാണ് ഈ കുറിപ്പ് എഴുതിയത് എന്ന് പറയുന്നു. അതിനുശേഷമുള്ള 3.5 വർഷക്കാലം സർക്കാർ ആ ഫയലിൽ ഒരു നടപടികളും സ്വീകരിച്ചിട്ടില്ല എന്നുള്ളത് വ്യക്തമാണ്. VD സതീശൻ സർക്കാർ വന്നതിന് ശേഷം 2.5 മണിക്കൂർ കൊണ്ട് വേഗത്തിൽ ആ ഫയലിന് അനക്കം വെച്ചതും 24 ദിവസം അത് മുഖ്യമന്ത്രിയുടെ ടേബിളിൽ മറ്റാരെയും കാണിക്കാതെ വെച്ചതും പെട്ടെന്നൊരു ദിവസം, അതായത് ബജറ്റിന് തലേ ദിവസം തന്നെ അത് ബജറ്റിലേക്ക് മാറിയതുമൊക്കെ നമുക്കറിയാം. മറ്റത് ഒരു കമ്മീഷനെ നിശ്ചയിച്ചിട്ട് കാര്യങ്ങൾ പഠിച്ചിട്ട് ഉള്ള ഒരു നയം തന്നെയായിരുന്നു. അതിപ്പോൾ വാർത്തയാകുന്നു എന്നുള്ളതാണ്. അതൊന്നും വാർത്തയായിരുന്നു, ഒരു നയപരമായ മാറ്റം തന്നെയായിരുന്നു. എന്നാൽ മുഖ്യമന്ത്രി മാത്രം തീരുമാനിച്ച് നയപരമായ തീരുമാനമെടുക്കാതെ ബജറ്റിൽ അവതരിപ്പിച്ചതിന് ശേഷം പിന്നീട്
പിന്നീട് നയപരമായ തീരുമാനമെടുക്കാൻ UDF മുന്നണി ചേരുന്നു എന്ന വ്യത്യാസം ഇതിലുണ്ട് എന്നുള്ള കാര്യം മനോരമ വാർത്തയിൽ നിന്ന് എന്തുകൊണ്ടോ മറച്ചു വയ്ക്കുന്നുണ്ട്. ഇനി മാതൃഭൂമി എടുത്താൽ വീര്യം കുറഞ്ഞ മദ്യത്തിന്, ഇതിൻ്റെ ബാക്കി മറ്റൊരു വാർത്തയാണ്, നികുതി ധനബില്ലിൽ ഒഴിവാക്കില്ല എന്നാണ് പറയുന്നത്. ഇന്നലെ നമുക്കറിയാം സുധീരൻ വലിയ വിപ്ലവം, അതായത് ഒരു വൻ വിമർശനം, സുധീര വിമർശനം എന്നൊക്കെ മാധ്യമങ്ങൾ വിശേഷിപ്പിച്ച ആ വിമർശനത്തിൽ പറഞ്ഞത് ധനബില്ലിൽ ഈ നിർദ്ദേശം കാണരുത് എന്നൊരു അന്ത്യശാസനം പോലെയാണ് അദ്ദേഹം പറഞ്ഞത്. ഈ സർക്കാരിൻ്റെ ഇമേജ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് എൻ്റെ കൂടി ആവശ്യമാണ്, അതുകൊണ്ട് ഇതുണ്ടാവാൻ പാടില്ല എന്ന് പറയുന്നു. പക്ഷേ മാതൃഭൂമി പ്രവചിക്കുന്നു വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ധനബില്ലിൽ ഒഴിവാക്കില്ല, ആ നികുതി നിർദ്ദേശം ഒഴിവാക്കില്ല എന്ന്. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഏർപ്പെടുത്തിയ ബജറ്റ് നിർദ്ദേശം ധനബില്ലിൽ നിന്ന് ഒഴിവാക്കില്ല. മദ്യനയം UDFൻ്റെ തീരുമാനത്തിന് വിധേയമായി നടപ്പാക്കുമെന്ന് നിയമസഭയിൽ പ്രഖ്യാപിച്ച സ്ഥിതിക്ക് തൽക്കാലം അത് അടഞ്ഞ അധ്യായമാണെന്നാണ് മുഖ്യമന്ത്രി VD സതീശൻ്റെ നിലപാട്. നയപരമായ തീരുമാനത്തിൽ വിട്ട ഒരു നിർദ്ദേശത്തിൽ മുന്നോട്ട് പോകാൻ ഏകപക്ഷീയമായി മുഖ്യമന്ത്രിക്കാകില്ല. വീര്യം കുറഞ്ഞ മദ്യവിൽപ്പനയ്ക്കെതിരെ രംഗത്ത് വന്ന VM സുധീരനാണ് പാർട്ടിയിൽ ഇനി ചർച്ച വേണ്ടെന്നും നികുതി നിർദ്ദേശം ധനബില്ലിൽ നിന്ന് ഒഴിവാക്കണമെന്നും ആവശ്യപ്പെട്ട് അദ്ദേഹം ഇന്നലെ പറഞ്ഞ കോട്ട് അതിനൊപ്പം ചേർക്കുന്നുണ്ട്. ബജറ്റ് നിർദ്ദേശം ധനബിൽ അവതരണ വേളയിൽ പിൻവലിക്കണം. നിയമസഭയിൽ അവതരിപ്പിക്കുന്നതിന് മുൻപേ പാർട്ടി തലത്തിലും UDF തലത്തിലും ചർച്ച നടത്തിയിരുന്നെങ്കിൽ ഇപ്പോഴത്തെ വിവാദങ്ങൾ ഒഴിവാക്കാമായിരുന്നു. ഇത് VM സുധീരൻ ഇന്നലെ പറഞ്ഞതാണ്. പക്ഷേ ധനബില്ലിൽ ഇത് ഒഴിവാക്കില്ല എന്ന് മാതൃഭൂമി വാർത്ത നൽകുന്നു. രാമക്ഷേത്ര കൊള്ളയിൽ കേസെടുത്തു എന്നുള്ളതാണ്, അയോധ്യയിലെ രാമക്ഷേത്ര കൊള്ളയിൽ ഒടുവിൽ കേസെടുത്തു എന്നുള്ളതാണ്, ഒടുവിൽ പിടിവീഴുന്നു എന്ന് ചേർത്തിട്ട് മാതൃഭൂമി കൊടുത്തിരിക്കുന്ന മറ്റൊരു വാർത്ത. അയോധ്യ രാമക്ഷേത്രത്തിലെ കാണിക്കപ്പണവും സംഭാവനകളായി ലഭിച്ച മൂല്യവസ്തുക്കളും അപഹരിച്ചെന്ന ആരോപണത്തിൽ ഒടുവിൽ കേസെടുത്ത അയോധ്യ പോലീസ്. VHP ഉപാധ്യക്ഷനും ആയ ട്രസ്റ്റ് സെക്രട്ടറി ചമ്പത് റായി, സഹായി ടിനു യാദവ്, അനു കൽപ് മിശ്ര, ലവ്കുഷ് മിശ്ര, അവിനാശ് ശുക്ല, മനീഷ് യാദവ് ഉൾപ്പെടെ 8 ആളുകളുടെ പേരിലാണ് കേസെടുത്തത്. VHP ഉപാധ്യക്ഷൻ്റെ അടക്കം പേരിൽ ഈ കേസെടുക്കാൻ വന്ന കാലതാമസം വലിയ വാർത്തയായിരിക്കുന്നു. അതുകൊണ്ടാണ് ആ വാർത്തയ്ക്കൊപ്പം ഒടുവിൽ എന്ന വാക്ക് ചേരുന്നത്. ഒടുവിൽ കേസെടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. മാതൃഭൂമിയുടെ 7-ാം പേജിൽ ഇപ്പോൾ നമ്മൾ മനോരമയിൽ വായിച്ച ഈ ഇടത് സർക്കാർ മദ്യക്കമ്പനികൾക്കായി നയം മാറ്റി എന്നുള്ള വാർത്ത ഏതാണ്ട് അതേ രൂപത്തിൽ 7-ാം പേജിലുണ്ട്. ഇടത് സർക്കാർ മദ്യക്കമ്പനികൾക്കായി നയം മാറ്റി, സർക്കാരിൻ്റെ ക്ഷേമ പദ്ധതിയിൽ പങ്കാളിയാകാറുണ്ടെന്ന് MV ഗോവിന്ദന് നൽകിയ കത്തിൽ ബക്കാഡി കമ്പനി, സ്വകാര്യ കമ്പനികൾ സർക്കാരുകൾക്ക് കത്തയക്കുന്നതും അത് പഠിക്കണമെന്ന് ഫയലിൽ എഴുതുന്നതും അതിനെക്കുറിച്ച് ഒരുപക്ഷെ പഠനം നടത്തുന്നതുമൊക്കെ പുതിയ കാര്യം എന്നുള്ള രീതിയിൽ വാർത്തയാവുന്നതിലാണ് അത്ഭുതം. എക്സൈസ് കമ്മീഷണർ റിപ്പോർട്ടിനെ കുറിച്ചുള്ള ഫയലിലെ കുറിപ്പടക്കം റിപ്പോർട്ടിൽ ചേർത്ത് വെച്ചിട്ടുണ്ട്. വീര്യം കുറഞ്ഞ മദ്യം സംസ്ഥാനത്ത് വിൽക്കാൻ അനുമതി നൽകിയത് സ്വകാര്യ കമ്പനികളുടെ ഇടപെടലിനെ തുടർന്ന് അങ്ങനെ ഒരു കാറ്റഗറി ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരു കാറ്റഗറി ഉണ്ടാക്കിയത് പ്രകാരം ഇന്നലെ ലിജു എക്സൈസ് മിനിസ്റ്ററും പറഞ്ഞിട്ടുണ്ട്, അതായത് മിലിറ്ററി ക്യാൻറ്റീനുകളിലടക്കം അവിടെ ഈ ടാക്സിനെ ബാധിക്കാത്തത് കൊണ്ട് അത് വിൽക്കുന്നുണ്ട്, ഈ ബ്രീസർ അടക്കമുള്ള മദ്യങ്ങൾ. പക്ഷേ അതിന് വളരെ പെട്ടെന്ന് ടാക്സ് നിർദ്ദേശത്തിലേക്ക്, ബജറ്റിലേക്ക് കടന്നതിലാണ് ഇപ്പോൾ വിവാദമുണ്ടായിരിക്കുന്നത്. അതാണ് UDF ഇപ്പോൾ ചർച്ച ചെയ്തത്. നിലനിർത്താനോ അല്ലെങ്കിൽ മാതൃഭൂമിയിൽ പറഞ്ഞതുപോലെ ഒരുപക്ഷെ ആ ധനബില്ലിൽ കടക്കാനോ അല്ലെങ്കിൽ ഒഴിവാക്കാനോ പോകുന്നതെന്ന് നമുക്കറിയാം. ദേശാഭിമാനിയിലേക്ക് എടുത്താൽ ഇത് തന്നെയാണ്. സതീശനെതിരെ കോൺഗ്രസും ഘടകകക്ഷികളും ഡീൽ എന്ത് എന്ന് ചോദിക്കുന്നു എന്നാണ് ദേശാഭിമാനി പറയുന്നത്. PM ശ്രീ, മദ്യത്തിന് നികുതി ഇളവ്, സ്വകാര്യ മേഖലയിലെ കരിമണൽ ഖനനം എന്നിവയ്ക്ക് എതിരെ മുന്നണിക്കുള്ളിൽ പ്രതിഷേധം നടക്കുന്നു എന്ന് ദേശാഭിമാനി പറയുന്നു. ദേശാഭിമാനി പറയുമ്പോൾ അതല്പം സ്വാഭാവികമായിട്ടും കൂടി വരും, എങ്കിലും മുന്നണിക്കുള്ളിൽ പ്രശ്നമുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ദുരൂഹ നീക്കങ്ങളിലൂടെ മുഖ്യമന്ത്രി VD സതീശൻ പ്രഖ്യാപിച്ച PM ശ്രീ പദ്ധതി, വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ്, സ്വകാര്യ മേഖലയിൽ കരിമണൽ ഖനനം എന്നിവയ്ക്കെതിരെ നീക്കം കടുപ്പിച്ച് ഘടകകക്ഷികളും കോൺഗ്രസിലെ ഒരു വിഭാഗവും 3 വിഷയവും ഒറ്റയ്ക്ക് തീരുമാനിച്ചതിന് പിന്നിലെ ഡീൽ എന്തെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്നാണ് ഘടകകക്ഷികളുടെയും ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കളുടെയും ആവശ്യമെന്ന് 1-ാമത്തെ പേജിൽ ദേശാഭിമാനി പറയുന്നു. ദേശാഭിമാനി തുല്യ പ്രാധാന്യത്തിൽ കൊടുത്തിരിക്കുന്ന 2-ാമത്തെ വാർത്ത BJP ഗുണ്ടാരാജ് എന്നാണ്. ഇവിടെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ കൗൺസിലർമാരെ ചവിട്ടിമെതിച്ചു. LDF കൗൺസിലർമാരെ ആക്രമിച്ചത് മേയറും സംഘവും, 10 പേർക്ക് പരിക്ക്. വനിതാ കൗൺസിലറുടെ തലയും കാലും അടിച്ചു പൊട്ടിച്ചു. ഇന്നലെ നടന്ന കൂട്ടപ്പിരിച്ചിലും കൂട്ടത്തല്ലും നമുക്കറിയാം. BJP കൗൺസിലർമാരുടെ ആക്രമണത്തിൽ കാലൊടിഞ്ഞ SS സിന്ധുവിൻ്റെ ചിത്രം, ആക്രമണത്തിൽ തലയ്ക്ക് പരിക്കേറ്റ സിന്ധു ശശിയുടെ ചിത്രം മറ്റൊന്ന് ഒപ്പം ചേർക്കുന്നുണ്ട്. പുനർസത്യപ്രതിജ്ഞാ വിവാദത്തിനെ തുടർന്ന് ആണ് ഈ സത്യപ്രതിജ്ഞ ഉണ്ടായത്. സമരം ചെയ്ത LDF അംഗങ്ങളെ ക്രൂരമായി ആക്രമിച്ചു എന്ന് ദേശാഭിമാനി പറയുന്നു. അത് ദേശാഭിമാനി വലിയ പ്രാധാന്യത്തിൽ എല്ലാ എഡിഷനിലും മുൻ പേജിൽ 2 ചിത്രങ്ങളടക്കം നൽകിയിരിക്കുന്നു. ജന്മഭൂമി വായിക്കാതെ പോകരുതല്ലോ, അതിൻ്റെ കൗണ്ടർ ജന്മഭൂമിയിലുണ്ട്. ജന്മഭൂമി മുഴുവൻ കോളത്തിലും നിറഞ്ഞിട്ടുള്ള വലിയ വാർത്തയാണ് നൽകിയിരിക്കുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ CPIM ആക്രമണം. ഇവിടെ BJP ഗുണ്ടാരാജ്, ഇവിടെ CPIM ആക്രമണം. മേയറുടെ കാലിൽ ഗുരുതര പരിക്ക്, അവിടെ പരിക്കേറ്റ മറ്റാൾക്കാർ മേയറുടെ നേതൃത്വത്തിൽ ആക്രമിച്ചു എന്നുള്ളത്. ഈ വാർത്തയ്ക്കുള്ളിലെ സത്യം തിരഞ്ഞു പോകേണ്ടത് വായനക്കാരൻ്റെ ഉത്തരവാദിത്തമാണെന്ന് പറയാറുണ്ട്. ഓരോരുത്തരുടെയും സത്യങ്ങൾ അവരവരുടെ മാത്രം സത്യമായി പോകുമ്പോൾ തികച്ചും വ്യത്യസ്തമായിട്ടാണല്ലോ ഒരു വാർത്തയെ സ്വാഭാവികമായിട്ടും ജന്മഭൂമിയും
ദേശാഭിമാനിയും റിപ്പോർട്ട് ചെയ്യുന്നത്. 8 കൗൺസിലർമാർക്കും പരിക്കേറ്റ ആശുപത്രിയിൽ. ഇതൊക്കെ ചേർത്ത് വെച്ചാലേ അതിലെ വാസ്തവം നമുക്ക് മനസ്സിലാവും. തിരുവനന്തപുരം കോർപ്പറേഷൻ ഓഫീസിൽ പ്രതിഷേധത്തിൻ്റെ മറവിൽ CPIM ആക്രമണം നടന്നു എന്നുള്ള വാർത്ത. CPIM ആക്രമണത്തിൽ പരിക്കേറ്റ ആശുപത്രിയിൽ കഴിയുന്ന കോർപ്പറേഷൻ മേയർ VV രാജേഷിനെയും കൗൺസിലർമാരെയും BJP ജില്ലാ അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ സന്ദർശിക്കുന്ന വാർത്തയാണ് ജന്മഭൂമി അതിനൊപ്പം ചേർത്ത് കൊടുത്തിരിക്കുന്നത്. വീക്ഷണത്തിൻ്റെ മുൻപേജിൽ ബക്കാടി ഗോവിന്ദ, സ്വാഭാവികമായിട്ടും ഈ ബക്കാടി നേരത്തെ നമ്മൾ മാതൃഭൂമിയിലെയും മനോരമയിലെയും പറഞ്ഞ വാർത്ത വീക്ഷണത്തിലുണ്ട്. വീര്യം കുറഞ്ഞ മദ്യം CPIM പ്രതിരോധത്തിൽ, ബക്കാടി ഗോവിന്ദ എന്നാണ് ആ വാർത്തയുടെ തലക്കെട്ട്. ബക്കാടിയുടെ കത്ത് പുറത്ത്. വീര്യം കുറഞ്ഞ മദ്യവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയെയും UDF സർക്കാരിനെയും പ്രതിക്കൂട്ടിലാക്കാൻ പ്രതിപക്ഷം വ്യാജ പ്രചരണം നടത്തുന്നതിനിടെ സംസ്ഥാനത്ത് ഇത്തരം മദ്യവിൽപ്പനയ്ക്ക് അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട് ബക്കാടി കമ്പനി LDF സർക്കാരിന് നൽകിയ കത്ത് പുറത്തു വന്നു. വീക്ഷണം ഇങ്ങനെ എഴുതുന്നതിൽ തെറ്റൊന്നുമില്ല. വീക്ഷണം കോൺഗ്രസ് മുഖപത്രമാണ്. വീക്ഷണം ഭാഷ ഇത്രത്തോളം കടുപ്പിക്കും സ്വാഭാവികമായിട്ടും. പക്ഷേ ഇതിൽ ചില കാര്യങ്ങൾ മറച്ചു വെച്ചിട്ട് ഈ മാതൃഭൂമിയിലും മനോരമയിലും ഒക്കെ വന്ന അനലിറ്റിക്കൽ സ്വഭാവത്തിലുള്ള വാർത്തയെക്കുറിച്ചാണ് പ്രസ് സ്റ്റോപ്പ് നേരിയ അഭിപ്രായ വ്യത്യാസം രേഖപ്പെടുത്തിയത്. മാസപ്പടി കേസിൽ വീണയെ 10 മണിക്കൂർ ചോദ്യം ചെയ്ത് ED, വീണ്ടും ഹാജരാകാൻ സമൻസ്. തീരാത്ത ചോദ്യങ്ങൾ എന്നാണ് വീക്ഷണത്തിൻ്റെ രണ്ടാമത്തെ വാർത്ത. സുപ്രഭാതത്തിൽ പൗരത്വരേഖയിൽ അവ്യക്തത, ജലരേഖ എന്നാണ് സുപ്രഭാതത്തിൻ്റെ വാർത്ത. ഒപ്പം വെരി വെൽ വിനി, സ്കോട്ട്ലൻഡിൻ്റെ 3 ഗോളുകൾക്ക് ബ്രസീൽ വീഴ്ത്തിയ വാർത്ത മേളിലുണ്ട്. പാസ്പോർട്ട് പൗരത്വരേഖയല്ലെന്ന കേന്ദ്ര നിലപാടിൽ ആശങ്കയുണ്ട്. ആധാറിന് പിന്നാലെ പാസ്പോർട്ടും ഇന്ത്യൻ പൗരത്വത്തിൻ്റെ അന്തിമ തെളിവല്ലെന്ന കേന്ദ്ര സർക്കാർ നിലപാട് ആശങ്കകൾക്കും രാജ്യത്ത് വലിയ ചർച്ചയ്ക്കും വഴിവെക്കുന്നു. 14ാമത് പാസ്പോർട്ട് സേവാ ദിനത്തോടനുബന്ധിച്ചുള്ള വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ വിശദീകരണമാണ് പൗരത്വരേഖകളെക്കുറിച്ചുള്ള അവ്യക്തതയ്ക്ക് കാരണമാക്കിയത്. അതായത് പൗരത്വരേഖ ജലരേഖയാകുന്നു എന്ന വാർത്ത സുപ്രഭാതം റിപ്പോർട്ട് ചെയ്യുന്നു. സിറാജ് ഇന്ന് നോക്കിയിട്ട് കണ്ടില്ല. സമസ്തയുടെ 100ാം വാർഷികം സംബന്ധിച്ച് പ്രസാദിൻ്റെ റിപ്പോർട്ട് തൊട്ട് മുമ്പ് സേതു വായിച്ചല്ലോ. സിറാജ് എന്തായാലും ഇന്ന് നമ്മുടെ ഓഫീസിൽ വരാത്തത് കൊണ്ടാണ് അത് എടുക്കാത്തത്. മാധ്യമത്തിൽ BJPയിൽ പ്രതിസന്ധി. 101 അംഗങ്ങളുള്ള കോർപ്പറേഷനിൽ 50 പേരാണ് BJPക്കുള്ളത്. കാപ്പയിലും ഹൈക്കോടതി വിധിയിലും കുടുങ്ങി സംസ്ഥാന ഭരണം എന്നുള്ളത്. ആ അടിപിടിയുടെ വാർത്ത ദേശാഭിമാനിയും അതേപോലെ ജന്മഭൂമിയും 2 തരത്തിൽ റിപ്പോർട്ട് ചെയ്ത വാർത്തയെ BJPയിൽ പ്രതിസന്ധി എന്നുള്ള രീതിയിലാണ് മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നത്. നോക്കൌട്ട് കടന്ന് ബ്രസീൽ, മൊറോക്കോ, ദക്ഷിണാഫ്രിക്ക. ഫിഫ ലോകകപ്പ് മത്സരത്തിൽ സ്കോട്ട്ലൻഡിനെതിരെ ബ്രസീലിനായി. ഇന്നലത്തെ ബ്രസീലിൻ്റെ വാർത്തയാണ്. ഒപ്പം ദക്ഷിണാഫ്രിക്ക ജയിച്ച വാർത്ത. ഒക്കെ ആഞ്ഞുവീശി തൂഫാൻ കേരള കൗമുദി. എൻ്റെ പിള്ളേരെ തൊടുകൂടാ എന്ന് ചോദിച്ച് മോഹൻലാലിൻ്റെ ഒരു ഇൻഫോഗ്രാഫിക്സ് ഒക്കെ അതിലുണ്ട്. അദ്ദേഹത്തെ തൂഫാൻ പോരാളിയായി തീരുമാനിച്ച വാർത്തയാണ് കേരള കൗമുദി അങ്ങനെ നൽകിയിരിക്കുന്നത്. അത്തരത്തിലാണ് ഇന്നത്തെ പ്രധാന വാർത്തകൾ. വളരെ വേഗം ഓടിച്ചു നോക്കിയാൽ സേതു. ഓക്കെ സുചന്ദ്രൻ, ശരി.